ഹായ്. നോർമൻ ജെവിസൺ സംവിധാനം ചെയ്ത് 79 വന്ന ഒരു അമേരിക്കൻ ക്ലാസിക് പടം പരിചയപ്പെടുത്തി തരാം. ഇത് അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള ഭീകരമായിട്ടുള്ള പടമൊന്നുമല്ല. പക്ഷേ ഈ അഭിനയം അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇതൊക്കെ സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈസ് ആയിട്ടുള്ള ഒരു പടം കേട്ടോ. അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പടം. ഒരു കോർട്ട് റൂം ഡ്രാമയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ കേസിനെ ഫോളോ ചെയ്ത് വലിയ ട്വിസ്റ്റ് അങ്ങനെ വരുന്ന സിനിമയൊന്നുമല്ല. കോർട്ട് റൂമിലാണ് കഥ ഭൂരിഭാഗം നടക്കുന്നത്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് കോടതിയും വക്കീലന്മാരും ജഡ്ജൊക്കെയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ലെജൻഡറി ആക്ടറായിട്ടുള്ള അൽ പസീനോ ആണ്, അറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ് സ്റ്റൈലും അത് തന്നെയാണ് നമ്മളെ 2 മണിക്കൂർ ഈ സിനിമ പിടിച്ചിരുത്തുന്നത്. അല്ലാതെ വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. അപ്പോൾ ഈ അൽ പസീനോ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആർതർ ക്രിക്ലാൻഡ്, ഇദ്ദേഹം ഒരു ലോയറാണ്, വളരെ തിരക്ക് പിടിച്ച ലോയറാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ വർക്ക് ചെയ്യുന്ന കോടതിയിൽ ഒരു ജഡ്ജ് ഉണ്ട്, ഫ്ലെമിംഗ് എന്നാണ് ഇയാളുടെ പേര്. ഈ ഫ്ലെമിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പ്രതി അല്ലെങ്കിൽ ഈ പ്രതിയാണ് സംശയിക്കുന്ന ആള് ഇയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും എന്തെങ്കിലെല്ലാം ചില സാങ്കേതിക കാരണങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ കുറച്ച് നാളെങ്കിലും ഇയാൾ പിടിച്ച് ജയിലിലിടും. അങ്ങനെ പല കേസുകളും ഈ ആർതറിന്റെ തന്നെ പല ക്ലയന്റുകളും ഇതുപോലെ ജയിലിലായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ഫ്ലെമിങ് ജഡ്ജായിട്ടുള്ള ഫ്ലെമിങ്ങിനെതിരെ ഒരു ആരോപണം വരും. ഇയാൾ ഒരു ലേഡിയെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു കേസ് വരും. അങ്ങനെ ഇയാൾ കോടതിയിൽ നിന്ന് മാറിയിരിക്കണമല്ലോ. അപ്പൊ ഈ കേസ് ജഡ്ജിക്ക് വേണ്ടി ആര് വാദിക്കും എന്നൊരു ചോദ്യം വരും. അപ്പോൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ ആർതർ ക്രിക്ലാൻഡിനെ തന്നെ അവർ തിരഞ്ഞെടുക്കും. ആർതർ ഈ കേസ് വാദിക്കണം എന്ന്. അങ്ങനെ ആർതറിന് ആദ്യം വലിയ മനസ്സൊന്നും ഉണ്ടാവില്ല. കാരണം ഇയാളുടെ പല ക്ലയന്റുകളെയും ഇയാൾ കാരണമില്ലാതെ ശിക്ഷിച്ചിട്ടുണ്ട്. സാങ്കേതികമായിട്ടുള്ള കുറെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇയാൾ ഇതിന് സമ്മതിക്കുകയില്ല. പക്ഷേ ഇൻ കേസ് ഈ കേസ് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ ജഡ്ജിനെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു പേരും കിട്ടും. പൊളിറ്റിക്കലായിട്ട് ഒരു വലിയ ഉയർച്ചയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആർതറിന് കിട്ടും. അങ്ങനെ അവസാനം ഇയാൾ ഒരു കേസ് ഏറ്റെടുക്കും. എന്നിട്ട് ആണ് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് പോകുന്നത്. ക്ലൈമാക്സിൽ വളരെ നാടകീയമായിട്ടുള്ള പല രംഗങ്ങളും കയറി വരുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ എല്ലാവർക്കുമായിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന മൂവിയല്ല. വലിയ ത്രില്ലറോ അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റോ അതൊന്നും വരുന്നതല്ല. സിമ്പിളായി പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതുപോലെ തന്നെ ആക്ടിങ്ങും പഠിക്കാൻ പറ്റിയൊരു പടം കേട്ടോ അത്. നമ്മൾ ചില സിനിമകളിലൊക്കെ ഈ ഫഹദ് അതുപോലെ തന്നെ ഇർഫാൻ ഖാൻ, നസറുദ്ദീൻ ഷാ ഇവരുടെ എല്ലാം അഭിനയം കണ്ടിട്ട് ഇവരെങ്ങനെയാണ് ഇത്ര നോർമലായിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ അഭിനയിച്ചു പോകില്ല. ചില കാര്യങ്ങളെല്ലാം കണ്ണിൽ കൂടി എക്സ്പ്രസ് ചെയ്ത് ഡയലോഗ് പറയുന്ന രീതി, ഡയലോഗ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മോഡുലേഷൻ, ചില ഡയലോഗുകൾ വളരെ സൗണ്ട് കുറച്ച് പറഞ്ഞിട്ട് ചില ഭാഗത്ത് വളരെ മോഡുലേഷൻ വളരെ കൂട്ടി പറയുന്ന ചില ശൈലികളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് നോക്കി പഠിക്കാൻ വേണ്ടി പറ്റും. 2 മണിക്കൂറാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. ഒരു കോർട്ട് റൂം ടൈപ്പ് സിനിമയായിട്ട് പോലും നമുക്ക് ബോർ അടിക്കില്ല കേട്ടോ. നമ്മൾ ഈ അൽ പസീനോ എന്ന് പറയുന്ന ആളെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു പോകും. എനിക്ക് തോന്നുന്നു അൽ പസീനോയ്ക്കും അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമ കൂടിയാണ് ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. സ്ട്രിക്ട്ലി സജസ്റ്റിംഗ് ഫോർ സിനിമ പ്രാന്തന്മാർ. സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരൊന്ന് കണ്ടു നോക്കുക. നൈസ് ആയിട്ടുള്ള പടമാണ്.